Hi, good morning. Good morning, teacher. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എക്സസൈസ് 8.2 ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ക്വസ്റ്റ്യൻ നമ്പർ 5. Fifth question. Using integration, find the area of the triangular region. Find the area of the triangular region whose sides have the equations y equal to 2x plus 1, y equal to 3x plus 1, and x equal to 4. അപ്പോൾ കഴിഞ്ഞൊരു ട്രയാങ്കിളിന്റെ ഏരിയ നമ്മൾ കണ്ടു. അവിടെ നമുക്ക് വെർട്ടിസസ് ആയിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ സൈഡിന്റെ ഇക്വേഷൻ സൈഡോട് കണ്ടുപിടിച്ചു, ഇന്റഗ്രേറ്റ് ചെയ്ത് ഏരിയ കണ്ടു. അപ്പൊ ഈ കേസിൽ സൈഡിന്റെ ഇക്വേഷൻസ് ആണ് തന്നിരിക്കുന്ന 3 സൈഡിന്റെയും. വെർട്ടിസസ് ഇല്ല. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ആ ട്രയാങ്കിളിൽ 3 വെർട്ടിസസ് കാണാൻ പോവാണ്. അപ്പോൾ ഒരു വെർട്ടെക്സ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് ചോദിച്ചാൽ 2 സൈഡ് ഇന്റർസെക്ട് ചെയ്തിട്ടാണ് ഒരു വെർട്ടെക്സ് ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് ഇതിന്റെ എല്ലാം പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ആണ് വേണ്ടത് ഇക്വേഷൻസിൽ. അതുകൊണ്ട് നമ്പർ കൊടുക്കുക, 1 2 3 നമ്പർ കൊടുത്തിട്ട് രണ്ട് ഇക്വേഷൻ എടുത്ത് സോൾവ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം 1 and 2 ചെയ്യാം. അതിൽ നോക്കുക, എക്സ് 4 ആണ് എക്സിന്റെ വാല്യൂ. ഇനി 1 and 2 എടുത്താൽ y equal to 2x plus 1, y equal to 3x plus 1. നമുക്ക് 2 minus 1 gives. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് സൈഡ് 1ഉം സൈഡ് 2യുടെ ഇന്റർസെക്ട് ചെയ്ത് കിട്ടുന്ന വെർട്ടെക്സ് ഏതാണെന്നാണ് കാണാൻ പോകുന്നത്. 2 minus 1, y minus y 0, 3x minus 2x is x, 1 minus 1 is 0. So we get x equal to 0. ഈ രണ്ട് സൈഡ്സ് ഇന്റർസെക്ട് ചെയ്യുന്ന, അതായത് ഈ രണ്ട് സൈഡ്സ് ഉണ്ടാക്കുന്ന വെർട്ടെക്സിന്റെ എക്സ് കോർഡിനേറ്റ് 0 ആണ്. ഇനി y കാണാൻ വേണ്ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഏതെങ്കിലും. എക്സ് ഈക്വൽ ടു 0 in 1, 1ൽ കൊടുക്കാം. 1ൽ കൊടുത്താൽ നോക്കുക, y ഈക്വൽ ടു 2 into 0, 0 plus 1 equal to 1. So that vertex is 0 1. സൈഡ് 1 ആൻഡ് സൈഡ് 2 ഇന്റർസെക്ട് ചെയ്ത് കിട്ടുന്ന ആ വെർട്ടെക്സ് 0 1 ആണ്. ഇനി നമുക്ക് 2 and 3 നോക്കാം. 2 and 3 സോൾവ് ചെയ്യുമ്പോൾ എക്സ് ഈക്വൽ ടു 4 ഇവിടെ ഉള്ളത് കൊണ്ട് വാല്യൂ എടുത്ത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2 and 3 ആണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. പുട്ട് എക്സ് ഈക്വൽ ടു 4 in 2. Then y equal to 3 into 4 plus 1. 13. Y is 13. So that vertex is 4 13. ഇനി നമുക്ക് 1 and 3 ചെയ്യണം, ഫസ്റ്റ് ആൻഡ് തേർഡ്. അപ്പോൾ അതിൽ 3 എക്സ് ഈക്വൽ ടു 4 ആയതുകൊണ്ട് ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പുട്ട് എക്സ് ഈക്വൽ ടു 4 in 1. Then y is equal to 2 into 4 plus 1, 9. So that vertex is 4 9. ഇപ്പോൾ ട്രയാങ്കിളിന്റെ 3 വെർട്ടിസസും ആയി. നമുക്ക് 0 1 4 13 4 9 ആയി. അപ്പോൾ ഒന്ന് റഫായിട്ട് ഫിഗർ വരയ്ക്കുകയാണ് ഇനി ചെയ്യുന്നത്. കുറച്ച് യൂണിറ്റ് ഒരു ഏകദേശം കറക്റ്റ് ആവാൻ വേണ്ടി യൂണിറ്റ് അത് ഒരു 13 വരെയൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് പോവുക. y ആണ് 13 വരുന്ന, എക്സ് മാക്സിമം 4 ആണ്. ഓക്കെ, അപ്പോൾ ഇനി പോയിന്റ്സ് നോക്കാം. 0 1
This is 0, 1. Next point is 4, 13. 4 is 4, 4, 13. Next is 4, 9. 4, 9. X equal to ഇവിടെ ഇത് x equal to 4. X equal to 4 ഒരു സൈഡാണ്. ഇനി നോക്കാം, this is 4, 13. This point is 4, 9. ജോയിൻ ചെയ്യാം. വെർട്ടിസസ് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്തു. ഇനി സൈഡ്, ഈ സൈഡ് നമുക്കറിയാം x ഈക്വൽ ടു 4. ഇനി ഒന്ന് നെയിം ചെയ്യാം, ഒരു എ ബി സി ഇങ്ങനെ നെയിം ചെയ്തു. ഇനി നമുക്ക് നോക്കേണ്ടത് എ ബിയുടെ ഇക്വേഷൻ ഏതാ, എ സിയുടെ ഇക്വേഷൻ ഇവിടെ ഏതാണ് വരുന്നത് നോക്കണം. എ ബിയുടെ ഇക്വേഷൻ, ഇപ്പൊ എ ബി എന്ന് പറഞ്ഞാൽ ബി എന്ന വെർട്ടെക്സ് ഉണ്ടായത് x ഈക്വൽ ടു 4, അതായത് 4, 13 എന്ന പോയിന്റ് കിട്ടിയത് ഏതൊക്കെ സോൾവ് ചെയ്തിട്ടാ നോക്കാം. 2 and 3 ആണ്. 2 is 3x plus 1. So this is 3x plus 1. Y equal to 3x plus 1. Then automatically this one is 2x plus 1. ഇങ്ങനെ നോക്കാതെ തന്നെ നോക്കാം. Y coordinate is 2 times x plus 1. പിന്നെ ഈ y കോർഡിനേറ്റ് 3 times x plus 1 എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഹൈറ്റിൽ നിൽക്കുന്നത് 3x plus 1 ആയിരിക്കും. ഈ സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും. താഴ്ന്നു നിൽക്കുന്നത് 2x plus 1 ആയിരിക്കും. അപ്പോൾ ഇനി നമ്മൾ അപ്പോൾ ഒരു ട്രയാങ്കിൾ എ ബി സി കാണുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഏരിയ ആണ് നമുക്ക് വേണ്ടത്. പോർഷൻ ആണ് വേണ്ടത്. ഫിഗർ നോക്കാം. ഏരിയ അണ്ടർ എ ബി എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇതുവരെ എക്സ് ആക്സിസ് വരെയുള്ള ഏരിയ. ഇനി ഏരിയ അണ്ടർ എ സി മുതൽ നിന്ന് എക്സ് ആക്സിസ് വരെയുള്ള ഏരിയ. അപ്പൊ ഈ ഏരിയയിൽ നിന്ന് ഇത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രയാങ്കിളിന്റെ ഏരിയ കിട്ടും. കാരണം ഇത് വെർട്ടിക്കൽ ആയിട്ടാണ് നിൽക്കുന്നത് ബി സി. അതുകൊണ്ട് അപ്പോൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി is equal to area under AB minus area under AC. ഡൗട്ട് തന്നെ ചോദിക്കണം. ക്ലിയർ അല്ലേ? ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്താൽ ഈ പോർഷൻ കിട്ടും. ഈക്വൽ ടു ഇനി ഏരിയ അണ്ടർ എ ബി. ഇങ്ങനെ ഏരിയ അണ്ടർ എ ബി മൈനസ് ഏരിയ അണ്ടർ എ സി എന്ന് എടുക്കുന്നതും ഈ കേസിൽ ദിസ് ഏരിയ ഈസ് ഏരിയ ബിറ്റ്വീൻ ടു കർവ്സ്. അപ്പം ഏരിയ ബിറ്റ്വീൻ ടു കർവ്സിന്റെ ഡയറക്റ്റ് നമുക്ക് ഫോർമുല അപ്ലൈ ചെയ്യാം. ദാറ്റ് ഫോർമുല ഈസ് ഇന്റഗ്രൽ എ ടു ബി y1 minus y2 dx. Okay, this is the same as integral a to b എന്ന് പറഞ്ഞാൽ നോക്കാം. ഇത് 0 to ഏതുവരെ ഇന്റഗ്രേറ്റ് ചെയ്യണം? 0 to this 4. ഇത് it is 4. 0 to 4 y1 minus y2 dx. ഇതൊക്കെ നമുക്ക് കുറച്ചുകൂടെ ഈസി ഇങ്ങനെ എടുക്കുന്നത്. It is equal to integral 0 to 4 y1 എന്ന് പറഞ്ഞാൽ എ ബിയുടെ y ആണ്. എ ബിയുടെ y 3x plus 1 minus y2. It is y of AC. AC യുടെ y. It is 2x plus 1 dx. y1 minus y2 ല് y1 ഇവിടെ ഈ
എ ബിയുടെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നമ്മുടെ എ ബിയുടെ വൈ അല്ലെങ്കിൽ എ സിയുടെ വൈ പരാബോളയുടെ വൈ എന്നൊക്കെ പറയുന്ന ഇറ്റ് ഈസ് ദി ഇക്വേഷൻ ആക്ച്വലി. കാരണം എഫ് എക്സ് ആണല്ലോ ഇക്വേഷൻ. എഫ് എക്സിനാണ് നമ്മൾ വൈ എന്ന് വിളിക്കുന്നത്. y1 minus y2 dx. is equal to integral 0 to 4. നോക്കാം 3x minus 2x is x. 1 cancel ചെയ്യും. x dx. It is equal to x integrate ചെയ്ത് ലിമിറ്റ് കൊടുക്കുക. x square by 2 0 to 4. 1 by 2 കോൺസ്റ്റന്റ് ഔട്ട്സൈഡിൽ എടുക്കാം. ലിമിറ്റ് കൊടുക്കുക. അപ്പർ ലിമിറ്റ് കൊടുത്താൽ 16 minus 0. Lower limit is 0. So it is equal to 8 square units. കഴിഞ്ഞ പറയൂ. കഴിഞ്ഞു ടീച്ചർ. ഇനി അതിനകത്ത് ഒരു 2 ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് 6 and 7. അത് നിങ്ങൾ ചെയ്തോളൂ. 6 and 7 8.2 6 and 7. ഓക്കെ, ഇപ്പൊ നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോവാണ്. ചാപ്റ്റർ 9 ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. അപ്പോൾ നമ്മൾ ഓർഡിനറി ഇക്വേഷൻസ് പിന്നെ ട്രിഗ്നോമെട്രിക് ഇക്വേഷൻ ഒക്കെ കണ്ടു. ഇനി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അപ്പോൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഇക്വേഷൻ ഇൻവോൾവിംഗ് ഡെറിവേറ്റീവ്സ് ലൈക്ക് dy by dx, d square y by dx square etc. അപ്പൊ ഇങ്ങനെയുള്ള ടേംസ് ഇൻവോൾവ് ചെയ്യുന്ന ടേംസ് വരുന്ന ഇക്വേഷനെയാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് വിളിക്കുന്നത്. ഇനി ആ ഡിഫറൻഷ്യൽ ഇക്വേഷന് ഒരു ഡിഗ്രി ഉണ്ട്, ഓർഡർ ഉണ്ട്. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഓർഡർ, ഡിഗ്രി ഒക്കെ എന്താ അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. 1 മാർക്ക് ഈച്ച്. അപ്പോ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി ഓർഡർ ഓഫ് ദി ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്. അതായത് ഇപ്പൊ dy by dx എന്ന് പറഞ്ഞാൽ ഒരു തവണ y ഡിഫറൻഷിയേറ്റ് ചെയ്തെന്നാണ് മീനിങ്. d square y by dx square എന്ന് പറഞ്ഞാൽ 2 times ഡിഫറൻഷിയേറ്റ് ചെയ്തു. ഇനി അതുപോലെ d cube y by dx cube എന്ന് പറഞ്ഞാൽ y 3 times ഡിഫറൻഷിയേറ്റ് ചെയ്തത്. അപ്പൊ ഈ ഇതിനെയാണ് ഓർഡർ എന്ന് പറയാം. അപ്പൊ ഇതിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഹിയർ ദി ഓർഡർ ഇസ് 3, ഹിയർ ഇറ്റ് ഈസ് 2, ഹിയർ ഇറ്റ് ഈസ് 1. അപ്പോൾ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഇൻവോൾവ് ചെയ്യുന്ന ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് എത്രയാണോ അതാണ് ആ ഇക്വേഷന്റെ ഓർഡർ. അപ്പൊ നോക്കുക, ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡെറിവേറ്റീവിനാണ് എപ്പോഴും അവിടെ ഇമ്പോർട്ടൻസ് കൂടുതൽ. അപ്പോൾ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് എത്രയാണോ ആ ഓർഡർ ആണ് ഇക്വേഷന്റെ ഓർഡർ. ഒരു d⁴y by dx raised to 4 plus 5y equal to 0 ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ ഇതിനകത്ത് ഇത് നോക്കാം, d⁴y by dx raised to 4 എന്ന് ഈ ടേമിന്റെ ഓർഡർ 4 ആണ്, 4 ആണ്. അപ്പോൾ ഇനി ഇത് 4ൽ കൂടുതൽ ഒരു ഡെറിവേറ്റീവ് ഇതിനകത്തില്ല. ഇതിലാകെ ഒരു 4th ഓർഡറും നമ്മൾ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ ഈ ഇക്വേഷന്റെ ഓർഡർ 4 ആണ്. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ 4 ആണ്. d square y by dx square plus dy by dx 7 into dy by dx equal to 0
ഒരു ഇക്വേഷൻ ആണെങ്കിൽ ഇവിടെ മാക്സിമം ഓർഡർ വരുന്ന 2 ആണ് ടേം. മാക്സിമം ഓർഡർ ടേം ഈസ് 2. സോ ഓർഡർ ഓഫ് ദിസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് 2. അപ്പോൾ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഇൻവോൾവ് ചെയ്യുന്ന ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഏതാണോ ആ ഡെറിവേറ്റീവിന്റെ ഓർഡർ ആണ് ആ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ. ഇനി അതാണ് ഓർഡർ. ഇനിയുള്ളത് ഡിഗ്രി ആണ്. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഡിഗ്രി നമുക്ക് ഡിഫൈൻ ചെയ്യണമെങ്കിൽ ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡെറിവേറ്റീവിലുള്ള ഒരു പോളിനോമിയൽ ആയിരിക്കണം. അതൊരു കണ്ടീഷനാണ്. എങ്കിലേ നമുക്ക് ഡിഗ്രി പറയാൻ പറ്റൂ. ഇക്വേഷൻ മസ്റ്റ് ബി എ പോളിനോമിയൽ ഇൻ ഡെറിവേറ്റീവ്. പോളിനോമിയൽ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡിഗ്രി എപ്പോഴും പോസിറ്റീവ് ഇൻറ്റിജർ ആയിരിക്കണം ടേംസിന്റെ പവർ. അപ്പോൾ ഡെറിവേറ്റീവ്സിന്റെ പവർ, അതായത് ഡെറിവേറ്റീവ്സ് വരുന്ന കേസിൽ dy ബൈ ഡി എക്സ് ഡി ക്യൂബ് വൈ ബൈ ഡി എക്സ് ക്യൂബ് മൈനസ് dy ബൈ ഡി എക്സ് പ്ലസ് 5 = 0 ഇങ്ങനെ ഒരു ഇക്വേഷൻ നോക്കാം. പിന്നെ dy by dx plus d square y by dx square plus y equals 0 ഈ ഒരു ഇക്വേഷൻ. നമുക്ക് ഈ dy by dx നമ്മൾ y1 എന്ന് എഴുതാറുണ്ട്. dy by dx y1, ഇതിനെ y2 ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാറുണ്ട്. ഇത് y3 ഇങ്ങനെ പറയാറുണ്ട്. അല്ലെങ്കിൽ y ഡാഷ് y ഡബിൾ ഡാഷ്, ഇത് ഈ കേസിൽ y ട്രിപ്പിൾ ഡാഷ് ഇങ്ങനെയൊക്കെ പറയാറുണ്ട് ഡെറിവേറ്റീവിനെ. അപ്പൊ ഇനി y ഡബിൾ ഡാഷ് പ്ലസ് സൈൻ ഓഫ് y ഡാഷ് ഈക്വൽ ടു 0 ഇങ്ങനെ ഒരു ഇക്വേഷൻ നോക്കാം. അപ്പൊ ഈ കേസിലൊക്കെ ഇവിടെ dy ബൈ dxന്റെ ഡിഗ്രി 1 ആണ്. d സ്ക്വയർ y ബൈ dx സ്ക്വയറിന്റെ ഡിഗ്രി മീൻസ് പവർ ഇറ്റ് ഈസ് 1. d ക്യൂബ് y ബൈ dx ക്യൂബിന്റെ ഡിഗ്രി 1. ഇതിൽ ഏതെങ്കിലും ഒന്ന് ചേഞ്ച് ചെയ്യാം. ഇതില് whole raised to 4 ആണെന്ന് വിചാരിക്കാം. അപ്പൊ ഇവിടെ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയറിന്റെ ഡിഗ്രി ഇവിടെ 4 ആണ്. ഡി ക്യൂബ് നമുക്കൊരു 5 ആക്കാം. അപ്പൊ ഇവിടെ ഡി ക്യൂബ് വൈ ബൈ ഡി എക്സ് ക്യൂബിന്റെ ഡിഗ്രി 1 ആണ്. ഡി വൈ ബൈ ഡി എക്സിന്റെ ഡിഗ്രി ഇവിടെ 5 ആണ്. അപ്പൊ ഇവിടെയൊക്കെ പവർ നോക്കുക, അതായത് ഡെറിവേറ്റീവിന്റെ പവർ ഇവിടെ വരുമ്പോഴത്തേക്കും സൈൻ ഓഫ് വൈ ഡാഷ്, ഇവിടെ നമുക്ക് ഈ ഡെറിവേറ്റീവിന്റെ പവർ പറയാൻ പറ്റില്ല. ഇറ്റ് ഈസ് നോട്ട് എ പോസിറ്റീവ് ഇൻറ്റിജർ. സോ ദിസ് ഈസ് നോട്ട് എ പോളിനോമിയൽ ഇക്വേഷൻ ഇൻ ഡെറിവേറ്റീവ്. അപ്പൊ ഈ കേസിൽ ഡിഗ്രി ഈസ് നോട്ട് ഡിഫൈൻഡ് ഫോർ ദിസ് ഇക്വേഷൻ. അപ്പൊ ഈ കേസിൽ അപ്പൊ ആദ്യം നമ്മൾ ഓർഡർ പറഞ്ഞു. അപ്പൊ നോക്കൂ, ഈ ഇക്വേഷനിൽ ഓർഡർ 3 ആണ്. ഈ സെക്കൻഡ് ഇക്വേഷനിൽ ഓർഡർ 2 ആണ്. അപ്പൊ ഓർഡർ എന്ന് പറഞ്ഞാൽ എത്ര തവണ മാക്സിമം ഡിഫറൻഷിയേറ്റ് ചെയ്തു. അപ്പൊ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിന്റെ ഓർഡർ അതാണ്. ഇനി ഈ ഇക്വേഷനിൽ ഇത് പോളിനോമിയൽ ഇക്വേഷൻ ആണ്. പോളിനോമിയൽ ഇക്വേഷൻ ഡെറിവേറ്റീവ് ആണ് ഇത്. അതായത് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യണം ഡിഗ്രി നോക്കുമ്പോൾ. ഇത് പോളിനോമിയൽ ഇക്വേഷൻ. അപ്പൊ ഇതിനകത്ത് ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഇസ് ഡി ക്യൂബ് വൈ ബൈ ഡി എക്സ് ക്യൂബ്. ഇറ്റ്സ് ഡിഗ്രി ഇസ് 1. ഇതിന്റെ പവർ ഇറ്റ് ഈസ് 1. സോ ഡിഗ്രി ഓഫ് ദിസ് ഇക്വേഷൻ ഈസ് 1. ഡിഗ്രി ഈസ് 1. ഹിയർ ഓർഡർ ഈസ് 3. ഇനി ഈ കേസിൽ നോക്കാം, ഡി വൈ ബൈ ഡി എക്സിന്റെ ഡിഗ്രി 1 ആണ്. പിന്നെ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിന്റെ ഡിഗ്രി ആണ് നമുക്ക് വേണ്ടത്. ഹിയർ ഹയസ്റ്റ് ഓർഡർ ഈസ് സെക്കൻഡ് ഓർഡർ. ഇറ്റ്സ് ഡിഗ്രി ഈസ് 4. സോ ഡിഗ്രി is here 4. Here this is not a polynomial equation in derivative, so degree not defined. ഇതാണ് ഓർഡറിന്റെ ഡിഗ്രിയെ കുറിച്ച് പറയാനുള്ളത്. ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് ഡൗട്ട്സ് വരുമ്പോൾ അത് ക്ലിയർ ചെയ്ത് പോവാം. അപ്പോൾ ഒന്ന് എഴുതാനുള്ളത്, a differential equation is an equation
an equation involving terms like dy by dx, comma d square y by dx square, etc. ടീച്ചർ ഒന്നുകൂടെ പറയൂ. A differential equation is an equation of the form dy by dx, comma equation involving terms like ഇൻവോൾവിംഗ് ടേംസ്. involving terms like dy by dx, comma d square y by dx square, etc. ഓക്കെ ടീച്ചർ. Okay. ഇനി ഒരു സൈഡ് ഹെഡിങ് ഓർഡർ എഴുതും. ഓർഡർ ഓഫ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇങ്ങനെ ഷോർട്ട് ആയിട്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ മുഴുവനായിട്ട് എഴുതാം. ഡി എന്ന് എഴുതിയാൽ മതി. ഓർഡർ ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. Order of the equation is the order of highest order derivative. Order of the highest order derivative involving in the equation. എഴുതില്ലേ? ആ ടീച്ചർ. Next degree heading. Degree of the differential equation. Degree. First sentence എഴുതാം. To define the degree, the equation must be a polynomial in derivative. In this case, the degree is the degree of the highest order derivative. In this case, the degree is the degree of the highest order derivative. അപ്പോൾ ഓർഡർ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുക മാക്സിമം അതിൽ എത്ര തവണ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട്, മാക്സിമം ഡിഫറൻഷിയേറ്റ് ചെയ്ത് എത്ര തവണ, അതിനാണ് ഓർഡർ എന്ന് പറയാം. അപ്പൊ അത് നോക്കിയിട്ട് അത് എഴുതും. പിന്നെ ഡിഗ്രി നോക്കുന്ന സമയത്ത് ആദ്യം ഒന്ന് ചെക്ക് ചെയ്യുക, ഐസ് ഇറ്റ് പോളിനോമിയൽ ഓർ നോട്ട്, ഡെറിവേറ്റീവ്സിൽ പോളിനോമിയൽ അല്ലേ എന്നൊന്ന് ചെക്ക് ചെയ്യുക. അതായത് ഡെറിവേറ്റീവിന്റെ പവർ പോസിറ്റീവ് ഇൻറ്റിജർ ആയിരിക്കണം, ഡി വൈ ബൈ ഡി എക്സിന്റെ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയറിന്റെ ഒക്കെ. അങ്ങനെ അല്ലാതെ വരുന്നുണ്ടെങ്കിൽ ഡിഗ്രി ഇസ് നോട്ട് ഡിഫൈൻഡ്. അങ്ങനെ ആണെങ്കിൽ പിന്നെ നോക്കേണ്ടത് നമ്മുടെ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിനെയാണ് നോക്കേണ്ടത്. കാരണം ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്, അപ്പൊ അതുകൊണ്ട് തന്നെ ഡെറിവേറ്റീവിനാണ് ഇമ്പോർട്ടൻസ്. അപ്പോൾ ഡെറിവേറ്റീവിന്റെ ഓർഡറിനാണ് ഇമ്പോർട്ടൻസ്. അതായത് ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് നോക്കുക, അതിന്റെ പവർ എത്രയാണോ ആ പവർ ആണ് ഇക്വേഷന്റെ ഡിഗ്രി. ഇപ്പൊ ഇവിടെ ഈ കേസില് ആക്ച്വലി ഡിഗ്രി ചോദിച്ചാല് പെട്ടെന്ന് എല്ലാവരും ഇങ്ങനെ നമ്മുടെ ശ്രദ്ധ പോവാ 5ലേക്കാണ്. പക്ഷെ ഈ ഡിവൈ ബൈ ഡി എക്സ് അതിനിവിടെ ഒരു ഇമ്പോർട്ടൻസും ഇല്ല. എപ്പോഴും ഇമ്പോർട്ടൻസ് കൂടുതൽ നമ്മൾ കൊടുക്കുന്നത് ഈ ടേം, അതായത് ഹയസ്റ്റ് എത്ര തവണ കൂടുതൽ ഡിഫറൻഷിയേറ്റ് ചെയ്തിരിക്കുന്നു, അതായത് ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഏതാണ് അതിനാണ് ഇമ്പോർട്ടൻസ്. അപ്പൊ ഇതാണ്, അപ്പൊ ഇതിന്റെ ഡിഗ്രി ആണ് ഇക്വേഷന്റെ ഡിഗ്രി ആയിട്ട് വരിക. അപ്പൊ ഇതിന്റെ ഡിഗ്രി ഇവിടെ റേസ് ടു 1 ആണിത്. സോ ദിസ് 1. അത് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ കൂടെ നമുക്ക് ക്ലിയർ ആവും. ഡിഗ്രി ആൻഡ് ഓർഡർ ചോദിക്കാറുണ്ട്. ഡിഗ്രിക്ക് 1 മാർക്ക്, ഓർഡറിന് 1 മാർക്ക്. അത് ശ്രദ്ധിക്കണം, മനസ്സിലാക്കി വെക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇനി ക്വസ്റ്റ്യൻസിലൂടെ പോകുമ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം.
Any first exercise 9.1. 9.1. Determine order and degree. Determine order and degree എഴുതിയിട്ട് ബ്രാക്കറ്റിൽ എഴുതുക if defined. അപ്പോൾ ഡിഗ്രി എല്ലാ കേസിലും നമുക്ക് പറയാൻ പറ്റില്ല, ഡിഫൈൻഡ് ആയ കേസിലേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഡിഗ്രിയുടെ ബ്രാക്കറ്റിൽ if defined ക്ലോസ് ചെയ്യുക ബ്രാക്കറ്റ് of differential equations First question, d raised to 4y by dx raised to 4 plus sine of y triple dash equal to 0. അപ്പോൾ ഓർഡർ പറയണം, ഡിഗ്രി പറയണം. എത്ര ഇവിടെ ഓർഡർ വരുന്നത്? ഇത് y ട്രിപ്പിൾ ഡാഷ് എന്ന് പറഞ്ഞാല് ഡി ക്യൂബ് y ബൈ ഡി എക്സ് ക്യൂബ് എന്നാണ് മീനിങ് ഇതിന്. അപ്പൊ ഓർഡർ ഇവിടെ എത്ര? 4 അല്ലേ? 4 എന്നല്ലേ പറഞ്ഞത്? 4. ഡിഗ്രിയോ? 1. ഡിഗ്രി നോക്കുമ്പോ ഒരു കണ്ടീഷൻ പറഞ്ഞായിരുന്നു, ഇറ്റ് മസ്റ്റ് ബി എ പോളിനോമിയൽ ഇൻ ഡെറിവേറ്റീവ്, പോളിനോമിയൽ ഇക്വേഷൻ ഡെറിവേറ്റീവ്. അപ്പൊ സൈൻ ഓഫ് ഡി ക്യൂബ് വൈ ബൈ ഡി എക്സ് ക്യൂബ് എന്നാണ് നിൽക്കുന്നത്. അപ്പൊ ഈ ഡി ക്യൂബ് വൈ ബൈ ഡി എക്സ് ക്യൂബിന്റെ പവർ, it is not a positive integer. This is not a polynomial equation derivative. Derivative ulla oru Not defined. It is not defined. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ടീച്ചർ. Second, y dash plus 5y equal to 0. Y dash plus 5y equals 0. പറയൂ, എന്താ ഓർഡർ, എന്താ ഡിഗ്രി? ഓർഡർ ഇസ് 1, കാരണം y ഡാഷ് ഒരു തവണയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്തിരിക്കുന്ന മാക്സിമം. ഡിഗ്രി എന്താ അപ്പോ? 1 തന്നെ. അപ്പോൾ ഇതാണ് ഹൈസ്റ്റ് ഓർഡർ ടേം. അപ്പൊ ഇതിന്റെ ഡിഗ്രി, ഇതിന്റെ പവർ ആണ് ഡിഗ്രി ആയിട്ട് വരിക. ഇറ്റ് ഈസ് ഓൾസോ 1. പ്രോബ്ലം ഒന്നുമില്ല. ഡെറിവേറ്റീവ്സ് എല്ലാം ഫ്രാക്ഷൻസ് ഒന്നുമല്ല, പവർ. അതുകൊണ്ട് third question, ds by dt whole raised to 4 plus 3s into d square s by dt square equal to 0. ഓർഡർ എത്ര? 2. ഓർഡർ 2, മാക്സിമം 2 ആണ് ഡിഫറൻഷിയേഷൻ ചെയ്തിരിക്കുന്നത്. d square s by dt square, order is 2. And what's degree? 1. Degree is 1. Very good. അപ്പോൾ ഇതിന്റെ പവർ ആണ് ഡിഗ്രി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇക്വേഷന്റെ ഡിഗ്രി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ഇതിന്റെ പവർ. ഇറ്റ് ഈസ് 1. അപ്പോൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയതുകൊണ്ട് ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ആണ് എപ്പോഴും VIP ആയിട്ട് നിൽക്കുന്നത്. അതിനാണ് ഇമ്പോർട്ടൻസ്. അപ്പൊ അതിന്റെ പവർ ഇറ്റ് ഈസ് 1. റെഡിയല്ലേ? ഞാൻ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കേ സർ.